ഹലോ സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായി ദിൽഷ സംസാരിച്ചതിൻ്റെ ഫോൺ കോളാണ്. എന്തായാലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ദിൽഷ സംസാരിക്കുന്ന ഫോൺ കോൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചാ വിഷയമാവുന്നുണ്ട്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ദിൽഷ പ്രാങ്ക് ചെയ്യുകയും തുടർന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ദിൽഷയെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നതാണ് ഫോൺ കോളുള്ളത്. ഈ രസകരമായ ഫോൺ കോൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ദിൽഷ തന്നെയാണ്. ഇതുപോലത്തെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും നമുക്ക് ആ ഫോൺ കോൾ ഒന്ന് കേട്ടിട്ട് വരാം. വേറൊന്നുമല്ല, ഇപ്പൊ ഒരാളെ ഫോൺ വിളിക്കണം. ആരെയായിരിക്കും ഗസിയോ? ആ, അറിയാം. അപ്പൊ വിളിച്ചിട്ട് എന്ത് പറയണം? എന്ത് പറയണം? അതായത് തന്റെ പുറകെ നടക്കാൻ ആര് വരും? താൻ സൽമാൻ ഖാൻ ഒന്ന് തിരിച്ചങ്ങോട്ട് ചോദിച്ചു, ഐശ്വര്യ റായ് ഒന്നും അല്ലല്ലോ. ഇത് തിരിച്ചങ്ങോട്ട് ചോദിക്കണം. എന്നിട്ട് മാക്സിമം പ്രൊവോക്ക് ചെയ്യണം. നോക്കട്ടെ, പറ്റുമെന്ന് നോക്കട്ടെ. നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാലോ. ഫോൺ എവിടെ? ഫോണില്ല. ആ, നമ്മുടെ ഫോണിൽ വിളിച്ച് കിട്ടുന്നറിയില്ല. ഹലോ, സ്പീക്കറില്. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആരാന്ന് മനസ്സിലായോ? ഇല്ലല്ലോ, ആരേത്? ഹലോ, താങ്കളുടെ ഒരു ഫാനാണ്. ഏത് നമ്പര്? എന്നെ ഇവരാരും വെറുതെ വിടൂല, താങ്കളെയും കൂടെ ഇതില് ഇട്ടിട്ടുണ്ട്. ഏതില്? എന്താ ചെയ്യാ പറഞ്ഞത്? അയ്യോ സോറി, എന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതാ. അയ്യോ, ഈ കുട്ടീനെ ഞാൻ എന്ത് ചെയ്യണം? എന്ത് സംഭവം? അല്ല, താങ്കൾ സൽമാൻ ഖാൻ ആണോ എന്ന് ചോദിക്കാൻ ചോദിച്ചു. സംഭവം എനിക്ക് മനസ്സിലായില്ല. ഒന്ന് ഏത് മനസ്സിലായി. നമ്പര്? ഏത് നമ്പര്? എന്റെ നമ്പർ അല്ല, ഇതാരുടെ നമ്പർ? അതൊന്നും പറയത്തില്ല, ബാക്കി പറ. ജെറിയുടെ നമ്പർ ആയിട്ട്. ചെറിയ? ആ. ഏത് ചെറി? ഇന്റർവ്യൂ എടുത്തില്ലേ? ആ, ഓക്കെ. ഇന്റർവ്യൂ? ഓക്കെ. നീ ഇപ്പൊ ഇന്റർവ്യൂലാണോ? അതെ 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 അതെ. എത്രാമത്തെ ഇന്റർവ്യൂ? രണ്ടാമത്തെ. ഓടി നടന്ന ഇന്റർവ്യൂ ആണല്ലേ? അതെ, താങ്കൾ ഓടി നടന്ന് ഇന്നോഗ്രേഷൻ ചെയ്യാണല്ലോ. ഓക്കെ. ഇപ്പൊ എവിടെ? എറണാകുളം. അവർക്ക് എന്താണ് അറിയേണ്ടത്? ചോദിക്കൂ. എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ ഈ കുട്ടിയോട് ആക്ച്വലി ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഫോൺ വിളിക്കാനാ പറഞ്ഞത്. ഈ കുട്ടിയുടെ സത്യസന്ധത കാരണം നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ കാര്യം ഞാൻ ഡോക്ടറോട് പറഞ്ഞാൽ മതിയായിരുന്നു. ദിനൂരി ഒന്ന് പ്രാങ്ക് ചെയ്താൽ മതിയായിരുന്നു. കള്ളം പറയരുത് ഡോക്ടറെ. അല്ലല്ല, എനിക്ക് സത്യം ആദ്യമേ സൗണ്ട് പിടികിട്ടി. പിന്നെ ഞാൻ വിചാരിച്ചു പുതിയ നമ്പർ ആയിരിക്കും, ഫോൺ നമ്പർ ആയിരിക്കും. ഓക്കെ, എന്താ പരിപാടി? ദിലു ചോദിച്ചു, ഡോക്ടറിനെ പ്രണയിക്കാൻ ഡോക്ടർ എന്താ സൽമാൻ ഖാൻ ആണോന്ന്. എന്താ മറുപടി? അങ്ങനെ ചോദിച്ചോ? ആ, ഞാനൊരു പാവമല്ലേ. ഞാൻ സാധാരണ എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെടാൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. സൂപ്പർ ഡോക്ടർ. ഞാൻ വലിയ സൽമാൻ ഖാനൊന്നും അല്ല, ഞാനൊരു ചെറിയ എന്താ പറയാ സാധാരണക്കാരാണ്. എന്നെ ഇഷ്ടപ്പെടാൻ ഒരുപാട് പേരുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള അല്ല, വലിയ സൽമാൻ ഖാനൊന്നും അല്ലെന്ന് പറഞ്ഞതാ. ഓ, ശരി, ആയിക്കോട്ടെ. ഈ കുട്ടീനെ ഇതൊന്നും ഏൽപ്പിച്ചിട്ട് നടക്കില്ല ഡോക്ടറെ. അപ്പൊ നമുക്ക് പ്ലാൻ ചെയ്ത് പിന്നെ ഒരു ദിവസം പണി കൊടുക്കണം ദിലുവിന്. ഓക്കെ, തീർച്ചയായും. ഒരു കാര്യം പറയട്ടെ, ആ ഇന്റർവ്യൂ ആണ്. ഡോക്ടറെ ഉപദേശിച്ച് കൊടുക്കല്ലേ പ്ലീസ്. ഞാൻ എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് രഹസ്യങ്ങൾ ചോർത്തെടുത്തോട്ടെ. ഡോക്ടറിനെ ഞാനിപ്പോ എന്തിനാ വിളിച്ചേ? എനിക്കിത് വേണ്ടായിരുന്നു. ഇത് എന്നെ പ്രാങ്ക് ചെയ്യുന്നതാണ് എല്ലാരും കൂടെ കൂടി. ഓക്കെ, അപ്പൊ നടക്കട്ടെ, പരിപാടികളൊക്കെ നടക്കട്ടെ. അതെ അതെ, അതുകൊണ്ട് റെഡി ആയിരുന്നു. ഓക്കെ, ഓരോന്നിനി പറഞ്ഞു കൊടുത്ത് നിങ്ങൾ തമ്മിൽ കോഡൊക്കെ കൈമാറല്ലേ. ഞാൻ ഈ കുട്ടീനെ പരമാവധി സത്യസന്ധമായ ആൻസേഴ്സ് കിട്ടാൻ വേണ്ടിട്ട് ശ്രമിച്ചോണ്ടിരിക്കുക. അപ്പേ വേറൊരു കാര്യം കൂടി ഉണ്ട് ഡോക്ടറെ. നമുക്ക് നിങ്ങൾ തമ്മിലുള്ള ഇന്റർവ്യൂ തരാന്ന് എനിക്ക് വാക്ക് തന്നതാ. മറന്നുപോയാ? ഫിൽമി ബീറ്റ് നമ്മളൊരു 3 മണിക്ക് വെളുപ്പാങ്കാലത്ത് എടുത്ത് ഓർമ്മയുണ്ടോ? ഞാൻ തന്നെ. ഓ, എല്ലാവർക്കും വാഗ്ദാനം കൊടുത്ത് കടന്നു കളയാനുള്ള പരിപാടി അല്ലേ? വിടത്തില്ല, ഞാൻ സത്യമായിട്ട് വിടത്തില്ല. ഓക്കെ, അപ്പൊ നടക്കട്ടെ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ബൈ ബൈ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ദിലുവിനെ കൊണ്ട് ഇതൊന്നും പറ്റുന്ന പണിയല്ല. ഞാൻ